ബട്ടു കുറച്ചു കാലമായിട്ട് ഷേർ സിംഗ് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. വലിയ പ്ലാനിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ ആൾക്കാരെ ആരെങ്കിലും അയാളുടെ കൂടെ ഗുണ്ടയായിട്ട് ചേരാൻ പറഞ്ഞാലോ? അങ്ങനെ ആവുമ്പോ അവൻ സ്പൈ ആയിട്ട് വർക്ക് ചെയ്ത് ഷേർ സിംഗിന്റെ എല്ലാ പ്ലാനും നമുക്ക് പറഞ്ഞു തരും. അടിപൊളി ഐഡിയ. എന്റെ മാറുവശം ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടാലേ മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ ഷേർ സിംഗിന്റെ ഗാങ്ങിൽ ചേർന്ന് അവിടെ നടക്കുന്നതെല്ലാം നിന്നെ അറിയിക്കാം. അല്ല ബട്ടു, അവിടെ നിക്ക്. ഓ എന്റെ ബട്ടു, ഞാൻ പറഞ്ഞത് നമുക്കറിയാവുന്ന ആരെങ്കിലും അയക്കാനാണ്, അല്ലാതെ നിന്നെ പോവാനല്ല. എന്റെ മൂക്ക്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേരെന്താ? ആരാത് ചോദിച്ചത്? ആരായത് ചോദിച്ചത്? ബോസ് എവിടെയാണ്? ബോസ് എവിടെ ഇരിക്കുന്നത്? ബോസ്, ഞങ്ങള് വന്നു കഴിഞ്ഞു ബോസ്. ഇന്നു മുതൽ ആരും ഷേർ സിംഗിനെ കാണില്ല. അത് മാത്രമല്ല, ഇനി ഈ ഷേർ സിംഗും ആരെയും കാണില്ല. ഇനി എല്ലാരും കാണുന്നത് ഈ രൂപമായിരിക്കും. അല്ല ചേട്ടാ, നിങ്ങളാരാ? I am the Rainbow Man. പുറത്തുള്ളവരെ സംബന്ധിച്ച് ഷേർ സിംഗ് മരിച്ചുപോയി. ഇനി എല്ലാരും കാണുന്നത് എന്നെയായിരിക്കും. ചിലപ്പോ ഷേർ സിംഗിന്റെ കഥയും തീർത്ത് ഈ കളർ പെൻസിൽ ഇവിടെ വന്നിരിക്കുകയാണോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇയാളുടെ കഥയും കൂടി തീർത്തേക്കാം. അപ്പൊ എല്ലാം കൂടി തീരുമല്ലോ. എല്ലാവരും സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നമ്മുടെ ഷേർ സിംഗിന്റെ കഥ തീർത്തിരിക്കുന്നു. എന്നിട്ട് ഷേർ സിംഗിന്റെ സ്ഥാനത്തിരിക്കാൻ നോക്കുന്നു. ഇതൊക്കെ നോക്കിയിട്ട് വെറുതെ ഇരിക്കാണോ? അവന്റെ കഥ തീർക്ക്. വെറുതെ ഇവിടെ പാടില്ല. അവനെ വെറുതെ വിടരുത്. അടിക്ക്. എന്നെ ഒന്നും ചെയ്യരുതേ. ഇതും നന്നായിട്ടുണ്ട്. ഇത് നല്ല കേക്കാണല്ലോ. എന്തുടത്? നമുക്കുള്ള ഭക്ഷണം അവൻ തന്നെ ഒറ്റയ്ക്ക് തിന്നു കണ്ട. ഇതിന്റെ ടേസ്റ്റ് നന്നായിരിക്കും പറയുന്നു. അവന് വെറുതെ ഇവിടെ പാടില്ല. പോയി അവന് കഥ തീർക്ക്. ഹേയ് സൂപ്പർ, നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഞാനാണ് ബോസ്. ഇനി മുതൽ നിങ്ങളുടെ ബോസ് ഞാനാണ്. അതിരിക്കട്ടെ, നിങ്ങൾ ആദ്യം ആരാണെന്ന് പറ. ഓരോരുത്തരും വന്ന് ബോസ് ആണെന്ന് പറഞ്ഞാ ഞങ്ങളത് ചെയ്യാറാ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ നോക്കി ആരാണെന്ന് ചോദിക്കും. ഭയം തന്നെ എന്നെ കണ്ട ഭയക്കും. ഞാൻ അടിച്ച സിംഹം പോലെ തെറിച്ചോടി പോകും. ഒന്ന് ഊതിയാ മതി, 5 പേര് അന്തമാൻ കവറിൽ പോയി പറന്ന് വീഴും. കാണുന്നോ? കാണടാ. ഈ നിമിഷം മുതൽ നിങ്ങൾ 5 പേര് ഞാൻ പറയുന്നത് മാത്രമാണ് കേൾക്കേണ്ടത്. ഇതിന്റെ ആജ്ഞ. എന്താ ഡാർഡ് മീശയാണ് എന്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മഞ്ഞ കളർ ടീഷർട്ട് നിന്റെ മീശല്ലേ? എനിക്ക് തന്നെ അപ്പോഴേ കണ്ടപ്പോ തോന്നി. എന്താ എന്തുപറ്റി? എന്താ തുടങ്ങിക്കോ. ബട്ടു, നിനക്കൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടണം. അത് മാത്രമല്ല, നിങ്ങൾ എന്റെ ഫ്രണ്ടിനെയാണ് ഇടിച്ചത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്താ തുടങ്ങിക്കോ. Oh yes. I'm Rainbow Man. I'm the boss. നിങ്ങളുടെ കഥ കഴിയാൻ പോവാണ്. ഇതിനുള്ളിൽ പോയി escape ആവും.
മാറിക്കോ ബട്ടു. ബോസ് നിങ്ങളായിരുന്നോ? വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. സോറി ബോസ്, ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നത് ബോസ്? നിങ്ങളും ആ കട്ടുപട്ടുവും എന്നെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ആരും എന്നെ തിരിച്ചറിയില്ല. ഞാൻ ഈ റെയിൻബോ മാൻ ആയിട്ട് തന്നെ ഈ നഗരം മുഴുവൻ കൊള്ളയടിക്കാൻ പോകുന്നു. എല്ലാരും റെയിൻബോ മാനെ ആയിരിക്കും അന്വേഷിക്കുന്നത്. ഷേർ സിംഗിനെ ആരും സംശയിക്കില്ല. ഷേർ സിംഗ് നല്ലവനായി എന്ന് എല്ലാവരും വിശ്വസിക്കും. പിന്നെ ഒരിക്കലും ആരും വന്ന് ഷേർ സിംഗിനെ ശല്യം ചെയ്യില്ല. എങ്ങനെ ഐഡിയ? റെയിൻബോ മാൻ കാരണം നാട്ടിലെല്ലാവരും വിഭ്രാന്തരാണ്. റെയിൻബോ മാൻ എല്ലാവരുടെയും മുഖത്ത് കളറടിച്ച് കാശ് ചോദിക്കുന്നു. റെയിൻബോ മാൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം എല്ലാവരും ഓടി ഒളിയുന്നു. ഈ ബാഗിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം, ആഭരണം, സ്വർണം എല്ലാം വേഗം ഇടൂ. വേഗമാവട്ടെ. ഞാൻ പറയുന്നത് ആര് അനുസരിക്കുന്നു അവർ മാത്രമേ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മുഖത്തിൽ കളറുമായി നടക്കേണ്ടി വരും. ആർക്കും നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നെ അനുസരിച്ചേ പറ്റൂ. ഈ റെയിൻബോ മാനെ തീർച്ചയായിട്ടും നമുക്ക് ട്രാപ്പ് ചെയ്യണം ബട്ടു. ഈ കാര്യത്തിന് നമുക്ക് മന്ത്രി സാറിനോട് ഹെൽപ്പ് ചോദിക്കാം. കട്ടുപട്ടു, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നഗരത്തിലുള്ള 7 വലിയ പണക്കാരെ ഞാനിവിടെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം നന്നായിട്ട് അറിയോന്നുള്ളതൊന്ന് പറയൂ. ആ റെയിൻബോ മാൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരില്ലേ? തീർച്ചയായിട്ടും വരും. വിശ്രാംപൂരിലെ എല്ലാവരും ഇവിടെ തന്നെ ഉള്ള സ്ഥിതിക്ക് പുള്ളിക്കാരൻ തീർച്ചയായിട്ടും ഇവിടെ വരും. നമുക്ക് തീർച്ചയായിട്ടും പിടിക്കാം. ഞാനല്ലേ പറയുന്നത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. മന്ത്രി സാറേ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒക്കെ ഞാൻ നോക്കിക്കോളാം. റെയിൻബോ മാൻ ഇവിടെ വന്നാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ അവനെ ഓടിപ്പോയി പിടിച്ചോളാം. എന്റെ ഈശ്വരാ, എന്റെ സിക്സ് സെൻസ് പറയുന്നു ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവുമോന്ന്. പ്രശ്നം. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഈ പാർട്ടിക്ക് നിങ്ങൾ എല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാർട്ടി പ്രോഗ്രാം നമുക്കൊന്ന് കളർഫുൾ ആക്കിയാൽ എന്താ? നന്നായിട്ടുണ്ടാവില്ലേ? ഇതാ വന്നിച്ചോളൂ, പിടിച്ചോളൂ. എല്ലാരും കളർഫുൾ ആയിരിക്കോ, ഭംഗിയായിട്ടുണ്ടാവും. എന്റെ ഈശ്വരാ. അല്ല എന്താ സാറേ? ഇവിടെ ഉള്ള പോലീസിന് പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരാണോ നിങ്ങളെ എന്റെ അടുത്തുനിന്ന് രക്ഷിക്കാൻ പോകുന്നത്? അത് സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. വേഗം പോ, വെള്ളത്തിൽ മുഖം കഴുകി നോക്ക്. കഴുകിയിട്ടും കളർ പോയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണവും ആഭരണങ്ങളും എന്റെ ആൾക്കാർ വെച്ചിരിക്കുന്ന ബാഗിൽ കൊണ്ടുവന്ന് ഇടോ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു സോപ്പ് തരാം. ആ സോപ്പ് കൊണ്ട് മുഖം കഴുകിയാൽ മാത്രമേ ആ കളർ മുഖത്തുനിന്ന് പോകൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. മനസ്സിലായോ? എന്റെ ഈ മുഖം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. റെയിൻബോ മാൻ, ദയവ് ചെയ്ത് എന്റെ ഈ മുഖത്തിന്റെ ഛായം ഒന്ന് മാറ്റി തരുമോ? എനിക്കിതും കൊണ്ട് ഡ്യൂട്ടി നോക്കാൻ പറ്റില്ലെന്നേ. അപ്പൊ നീ തന്നെ എല്ലാവരുടെ അടുത്തുനിന്നും പൈസയും ആഭരണങ്ങളും വാങ്ങിക്കൊണ്ടുവാ. ഇത് പിടിച്ചോളൂ, വേഗം പോയി മേടിച്ചോണ്ട് വരൂ. ഇങ്ങോട്ട് തരൂ. ദൈവത്തിന് തരുവാന്നും കരുതി ഇതിലോട്ട് ഇട്ടാ മതി. നിങ്ങളൊക്കെ എന്താ പുറകിലോട്ടേക്ക് പോകുന്നത്? ഇങ്ങോട്ട് വരൂ, ഇതിലേക്ക് ഇടൂ. പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിലിടൂ. ഇൻസ്പെക്ടർ മൻമാനി, നിങ്ങൾ പോലീസുകാരനായിട്ട് വെറുതെ കാശ് ചോദിക്കുന്നു. നാണമാവുന്നില്ല നിങ്ങൾക്ക്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇൻസ്പെക്ടർ ചോദിച്ചതുപോലെ എല്ലാവരുടെ അടുത്തും പോയി പൈസ വാങ്ങിക്കൊണ്ടുവരൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തും കളറാവും. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല. തെറ്റായ ആളുകളുടെ കൂടെ
ഒരിക്കലും കൂടാറില്ല. ദേ അവിടെ ഒരു പക്ഷി. എവിടെ? എന്താ നോക്കുന്നേ? പോയി അവന്മാരെ അടിക്കേ പോ. ആ വന്നോളൂ, നിങ്ങളെ ഞാൻ എടുത്തോളാം. ഇല്ല ഇതൊക്കെ വരെ കണ്ടു തീർക്ക. എടാ കട്ടു പട്ടു, വീണ്ടും വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്റെ വഴിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ശിക്ഷ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എല്ലാരും കൂടി ഗട്ടു പട്ടുണ പിടിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ എല്ലാരെയും വെറുതെ വിടാം. നിങ്ങളുടെ മുഖത്തിലെ ചായം മാറ്റിത്തരാം. അല്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ള ബാക്കിയുള്ളവരുടെ മുഖവും ഞാൻ കളറാക്കും. എന്താ മനസ്സിലായോ? മന്ത്രി സാറേ, അവരെ രണ്ടുപേരെയും വിശ്വസിച്ച് നമ്മൾ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ നോക്കരുത്. നമുക്ക് അവരെ രണ്ടുപേരെയും പിടിച്ച് ഈ റെയിൻബോ മാന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്കാം. അവരെ ഗട്ടു ബട്ടുവിനെ പിടിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ബാക്കിയുള്ളവർക്ക് കഴിക്കാവല്ലോ. വരൂ വരൂ, അല്ലെങ്കിൽ ഭക്ഷണം തണുത്തു പോകും. അതെ അതെ, എല്ലാവർക്കും ഫുഡ് റെഡിയാണ്. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. വേണമെന്നൊരു ലൈൻ എടുക്കുക. ആരും വിഷമിക്കണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓ, അത് ഗട്ടുപെട്ട് തന്നെയാണ്, ഗട്ടുപെട്ട് തന്നെയാണ്. വേഗം പോയി അവരെ പിടിക്കൂ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. വേഗം പോയി അവരെ പിടിക്കൂ. അതായത് വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് റെയിൻബോ മാൻ ആണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കോ. എന്റെ ഈശ്വരാ, ഇവ ഷേർ സിംഗ് തന്നെയാട്ടാ. കളർ ഡ്രസ് ഇട്ടിട്ട് വന്ന് നമ്മളെ പറ്റിക്കായിരുന്നു ഇത്രയും നേരം. ഇവർ വെയിറ്റേഴ്സ് ഒന്നും അല്ല, ഗട്ടുവും പൊട്ടുമാണ്. അവരെ വിടരുത്, വേഗം പോയി പിടിക്കൂ. വേഗം വേഗം ഓട് ബട്ടു. എല്ലാവരും വരും. അവരെ ഇപ്രാവശ്യം എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എന്റെ പുറമിങ്ങനെ ചുട്ടു പൊള്ളുന്ന പോലെ, എന്റെ പുറകെ എന്തോ കത്തി എറിയുന്ന പോലെ ഒരു ഫീലിംഗ്. എന്താ അതെ? നിങ്ങൾക്ക് എരിച്ചിലുണ്ടാവും, കാരണം നിങ്ങളുടെ പുറകിൽ തീ കത്തുന്നു പോച്ചേ. നിർത്തല്ലേ ബട്ടു. നിൽക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് നിർത്തൂ. സാറേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാറിന് ചായ തരാൻ ആരുമില്ലല്ലോ സാറേ. അമ്മേ, വാ വാ പോ. ഇപ്പൊ എന്താ ചെയ്യുക? നമ്മളെവിടെ പോവും?
മര്യാദയ്ക്ക് അവിടെ നിന്നോ. നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണ്. നിങ്ങളെ ഞാൻ ഓടിച്ചു പിടിക്കുന്നതായിരിക്കും. അതെ അതെ, അവരെ പിടിക്കണം, അവരെ വിടരുത്, പിടിക്കണം അവരെ വിടരുത്. ആ, പിടിക്കൂ. അല്ല, നിങ്ങൾ കഴുതയാണെന്ന് അറിയാം. നിങ്ങൾക്ക് കുതിരേനെ പോലെ ഓടാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ചാലഞ്ച് ചെയ്യാണ്. നിങ്ങൾ ഇന്ന് നല്ല സ്പീഡായിട്ട് ഓടി കാണിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ റേസിന് കുതിരയ്ക്ക് പകരം കഴുതകളെ വിടും. മാത്രമല്ല എല്ലാ ചടങ്ങിനും നിങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. എന്തിനാണ് ആലോചിക്കുന്നത്? എന്തെങ്കിലും ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ എങ്ങനെ ഓടുന്നു നോക്കോ. നിൽക്കോ, നിൽക്കാൻ, നിൽക്കാനാ പറഞ്ഞത്. ഇതെന്റെ ഓർഡറാണ്. പറഞ്ഞത് അനുസരിക്കൂ. അവിടെ നിൽക്കാൻ. ഏയ്, നിങ്ങൾ എന്തായി കാണിച്ചത്? നിർത്തില്ല, പോണം. ഏയ്, ഒരു കഴുത ഒരിക്കലും കുതിരയാവില്ലടേ, മനസ്സിലായോ? Don't underestimate the power of common Kalda. എന്റെ അമ്മോ. അത് കളിക്കട്ടോ. എന്തിനാ ഞങ്ങളെ വിട്ടിട്ട് പോന്നേ? താങ്ക് യു കഴുതച്ചേട്ടാ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ജീവനോടെ നിൽക്കാം. അപ്പൊ ഇതാണോ കാര്യം? ഈ റെയിൻബോ മാൻ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായോ? നല്ലോണം വിശക്കുന്നുണ്ടോന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ കൺമുമ്പില് സാൻഡ്വിച്ച്. ആരും കാണാതെ ഇതെന്തുട്ടാ ഇത്? സാൻഡ്വിച്ച് കഴിക്കാൻ വന്നപ്പോ വായിലിട്ട് കുത്തുന്നേ. പ്രൊഫസർ സാറേ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, നോക്കൂ എന്റെ ക്രിയേഷൻ. ഇതാണ് എന്റെ റെഡ് ഗൺ. ഇത് കൊണ്ട് ഫയർ ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ മുഖം റെഡ് ആകും. അതിനുശേഷം വർക്ക് ആസ് പ്ലാൻ. നിങ്ങളെന്തായി പറയുന്നേ? ഇതുകൊണ്ട് ഷൂട്ട് ചെയ്ത് അവരുടെ മുഖം ചോപ്പായി മാറുന്നോ? അത് കൊള്ളാലോ. ഇപ്പോഴെങ്ങനെ വിശ്വസിച്ചോ? താങ്ക് യു പ്രൊഫസർ. എന്റെ പേരക്കുട്ടിക്കും കൊടുക്കൂ. ഇതെല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാം. റെയിൻബോ മാനെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകാം. ഞങ്ങൾക്ക് റെയിൻബോ മാനെ കിട്ടിയിരിക്കണം. റെയിൻബോ മാനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എല്ലാവരുടെയും മുഖത്തിന്റെ കളർ തിരിച്ചു കൊണ്ടുവന്ന് തരാം. വരൂ, ആ റെയിൻബോ മാനെ നമുക്ക് പിടിച്ചു കൊടുക്കാം. ആ റെയിൻബോ മാനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ പഴയ മുഖം കിട്ടും. വേഗം വരൂ, അവൻ ഷെയർ സിംഗിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കണ്ടില്ലേ, ഞാൻ എന്ത് ബുദ്ധിപരമായിട്ടാ എല്ലാം ചെയ്തതെന്ന്. ഞാൻ ഒരു ബുദ്ധിമാൻ തന്നെയല്ലേ? എന്റെ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കാൻ പോവുകയാണ്. ഇനി ഈ ജനങ്ങൾ എല്ലാം ഒന്നുകൂടി ആ കട്ടുണിയും പട്ടുണിയും എനിക്ക് പിടിച്ചു തരും. ഞങ്ങൾക്കൊരു ഫ്ലാഷ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതാണിത്. ഞങ്ങൾക്ക് ഷെയർ സിംഗിനെ കിട്ടിയിരിക്കണം. ഇതെല്ലാം ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാം. റെയിൻബോ മാനെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകാം. ഈ റെഡ്മൻ ആരാണ്? അവൻ പെട്ടെന്ന് എവിടുന്നാ വന്നത്? എനിക്കും അവനും തമ്മിൽ എന്താ പ്രശ്നം? ഇവരെങ്ങനെയാ ഇവിടേക്ക് വന്നത്? ഓടിക്കോ! തടി രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് ഓടിയേ പറ്റൂ. ഓടിക്കോ! എങ്ങോട്ടാ പോവാ? അവസാനം ഞാൻ രക്ഷപ്പെട്ടു. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പിടിക്ക് വേഗം. അവൻ ഓടാൻ പോകുന്നു. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഓടിക്കോ. എന്താ ഇത്? വരൂ, എന്റെ വിശപ്പ് മനസ്സിലാക്കി ആരോ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരൂ, നമുക്ക് കഴിക്കാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ?
നിങ്ങൾ റെഡ് മാൻ അല്ലേ? നിങ്ങൾ റെഡ് മാൻ തന്നെ. നിങ്ങൾക്കും എനിക്കും എന്താണ് പ്രശ്നം? എന്തിനാ നാട്ടുകാരോട് എന്നെ പിടിക്കാൻ പറഞ്ഞത്? ഇതാ നോക്കൂ, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. നിങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണ്, ഞാനും ഒരു കള്ളനാണ്. അപ്പൊ നമ്മളെല്ലാം ഒരേ കുടുംബമല്ലേ? ഞങ്ങള് നിങ്ങളോട് പണ്ടേ പറഞ്ഞതാണ് ഞങ്ങള് തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബോസ് ഇത് കെട്ടുപട്ടുമാണ്. നമ്മളിപ്പോ എങ്ങനെ രക്ഷപ്പെടാം ബോസ്? അതെനിക്കറിയാം. എടാ, വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് ആണെന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ പേര് എന്താ ബോസ്? അടക്ക്. സിംഹം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എലികൾ സംസാരിക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എടാ മണ്ടന്മാരെ, നിങ്ങൾ പഴങ്ങളൊക്കെ കഴിച്ച് അവരെ അറ്റാക്ക് ചെയ്യോ വേഗം. ഫയർ ഫയർ ഫയർ! കഴിച്ചതൊക്കെ മതിയാണ്, പോയി അറ്റാക്ക് ചെയ്യേ വേഗം. ബോസ് അകത്തോട്ട് പോയി ബോസ്. എടാ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് വാ തുറന്നു പറ. ആഹാ, ഫ്രൂട്ട് സാലഡ് ആർക്കാ വേണ്ടേ? വേണമെന്നൊരു വരാട്ടോ. എനിക്ക് വേണം. കഴിച്ചോളൂ. സോൾട്ടും പെപ്പറും കൂടി തരട്ടെ നിങ്ങൾക്ക്. കുറച്ചത് നന്നായിരുന്നു, തരൂ. എടാ മണ്ടന്മാരെ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? നമ്മളിവിടെ ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ വന്നതല്ല, ഫൈറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഫൈറ്റ് ചെയ്യൂ. അറ്റാക്ക്. വീടെന്നല്ലേ പറഞ്ഞേ? കണ്ടില്ലേ, പമ്പരം പോലെ കറങ്ങുന്നുണ്ടാ. അടുത്തതാരാ? നീയാണല്ലേ? എന്നാ ചെല്ല്. ഇനി നീയും പമ്പരം പോലെ കറങ്ങ്. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല. എടാ, നിക്കടാ. ഞാൻ ബോസാണ്, ബോസിനെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേടാ. ഈ കയറ് പിടിച്ചോ. താങ്ക് യു. ബൈ കട്ടു. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ മുതലാളി ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണ്ടേ? കണ്ടില്ലേ, ഞങ്ങള് പോലും കൈയടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൈയടിച്ചാൽ എന്താണ് പ്രശ്നം? എടാ മണ്ട. Sher Singh, you are under arrest.